ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പള്ളിമുക്ക് കവയിലെ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് റിവ്യൂവിൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ വെജ് ആൻഡ് ഫ്രൂട്ട് സലാഡും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ. അപ്പോൾ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിന് 95 രൂപയാണ് കേട്ടോ ഷോപ്പിലെ റേറ്റ്. അപ്പോൾ ഫ്രൂട്ട് ആൻഡ് വെജ് സലാഡിന് 219 രൂപ. അപ്പോൾ GST ഉൾപ്പെടെ ടോട്ടൽ 330 രൂപയാണ് വരുന്നത് കേട്ടോ. സൂപ്പ് 95 രൂപയ്ക്ക് ഓക്കെയാണ് കേട്ടോ. പക്ഷേ സലാഡ് 219 രൂപയാണ് കേട്ടോ. 219 രൂപയ്ക്കുള്ള സലാഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ. സൂപ്പ് ട്രൈ ചെയ്യണോ അതോ സലാഡ് ട്രൈ ചെയ്യണോ? എന്താണോ? സൂപ്പ് ട്രൈ ചെയ്യാം അല്ലേ ഫസ്റ്റ്. അപ്പോൾ ഒരു സ്റ്റാർട്ടർ എന്ന നിലയ്ക്ക് അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതാണ്. നമുക്ക് സൂപ്പ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി. സൂപ്പിൻ്റെ പാക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലാട്ടോ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതി ഒന്ന് മിക്സ് ചെയ്യണം ഫസ്റ്റ്. ചൂടുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് നേരമായി മേടിച്ചിട്ട്. ചൂടുണ്ട്. സൂപ്പ് പിടിച്ച് നോക്കാം. അപ്പം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണിത് കേട്ടോ. സാധനം കൊള്ളാം കേട്ടോ. സ്പൈസി ഒന്നുമല്ല. കുറെ കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെയാണ്. ഗൈസ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ചോളമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ്, ചിക്കൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെ ഒരുവിധപ്പെട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓവർ സ്പൈസി ഒന്നുമല്ല. എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഇളം ചൂടിൽ സൂപ്പുകൾ കുടിക്കുക. എന്തായാലും ഇതിന് ചൂടുണ്ട് കേട്ടോ. ഞാൻ മേടിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരമായി, എങ്കിലും സാധനം സെറ്റാണ്. അപ്പം നമ്മൾ ഇനി കുറേ അധികം വെറൈറ്റി സൂപ്പുകളൊക്കെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കൊല്ലത്തുനിന്ന് കഴിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സൂപ്പ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് റിവ്യൂ ചെയ്ത് നോക്കാം. ഈ സൂപ്പ് കുറച്ചും കൂടി ഉള്ളു. ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സലാഡ് കഴിക്കാം. ഓക്കെ. ഒരെണ്ണം കുടിച്ചാൽ മതി കേട്ടോ. ഓക്കെയാണ്. രാത്രിയല്ലേ, ലൈറ്റ് മതി. രാത്രി നമുക്ക് അപ്പം നൈറ്റൊക്കെ ലൈറ്റായിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സൂപ്പും സലാഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതലായിട്ട് നൈറ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വെജ് ആൻഡ് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. സൂപ്പ് സെറ്റാണ്, ഓക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ 219 രൂപയുടെ മുതലാണ്. 219 രൂപയ്ക്ക് ഇത് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫ്രൂട്ട് ആൻഡ് വെജ് സലാഡ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ലേറ്റോസ് ലീഫ് ഉണ്ട്,
പൈനാപ്പിളുണ്ട്, ആപ്പിളുണ്ട്, തണ്ണിമത്തനുണ്ട്, പിന്നെന്താ നമ്മുടെ മാതള നാരങ്ങയില്ലേ അതുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റമാണ് കേട്ടോ ഈ ഫ്രൂട്ട് ആൻഡ് വെജ് സലാഡിലുള്ളത്. വെജിറ്റബിൾസ് കുറവാണ്, ഫ്രൂട്ട്സ് ആണ് കേട്ടോ കൂടുതൽ. കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്കൊരു സൈഡിൽ നിന്ന് ഇച്ചിരി എടുത്ത് നോക്കാം. ഗൈസ് കഴിക്കുന്നു, ഭയങ്കര കയ്പ്പ് ഇത്. ഒരു മിനിറ്റ്. ഗൈസ് ലേത്തോസ് ലീഫിൻ്റെ ആണെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. ഭയങ്കര കയ്പ്പ് കേട്ടോ ഇത്. ഓക്കെ, ഇത് ഫ്രൂട്ട്സ് മാത്രമാണെങ്കിൽ ഓക്കെ. പൈനാപ്പിളും കഴിക്കുന്നുണ്ട്. തണ്ണിമത്തനും ആപ്പിളൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഈ ലേത്തോസ് ലീഫും പൈനാപ്പിളും കൂടി കഴിക്കുമ്പോൾ ഒരു കയ്പുണ്ട് കേട്ടോ. ഒരു കയ്പെന്ന് പറഞ്ഞാൽ നല്ല കയ്പുണ്ട്. എന്തായാലും നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിയൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും റിയാക്ഷൻ്റെ ആണോ എന്നറിയത്തില്ല, എന്ത് തന്നെയാണെങ്കിലും നല്ല കയ്പുണ്ട്. അപ്പം ഇനി എന്താ പറ്റിയത് എന്നറിയില്ല. ഗൈസ് ഫ്രൂട്ട്സ് മാത്രമാണെങ്കിൽ ഓക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് വെജ് ആൻഡ് ഫ്രൂട്ട് സലാഡ് എന്നാണ്, പക്ഷേ ഇതിനകത്ത് വെജിറ്റബിൾസ് ഇല്ല. ആകെ ഉള്ളത് ലേത്തോസ് ലീഫ് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല, ഭയങ്കര കയ്പ്പ്, നല്ല കയ്പ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു തീർക്കാം. സലാഡ് ഫ്ലോപ്പാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല, ഉള്ളത് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ കവയിൽ നിന്ന് ആരെങ്കിലും വെജ് ആൻഡ് ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിത് നല്ല രീതിയിൽ കഴിക്കുന്നു, എന്താ കാര്യം എന്നറിയില്ല. ഞാൻ എന്തായാലും കവയിൽ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറയാം. നമുക്കിതിൻ്റെ ഒരു റീസൺ അറിയണമല്ലോ. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പറയാം കേട്ടോ. ഇതിൻ്റെ വെജിറ്റബിൾ എന്ന് പറയാൻ ആകെ ഈ ലീഫ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 219 രൂപയാണ്. 219 രൂപയ്ക്ക് ഇത് വറുത്തല്ല, പോരാ. അതാണ് എനിക്ക് പറയാനുള്ളത്. 219 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല. ഏതായാലും കവയിൽ പോകുന്ന സമയത്ത് ഞാൻ പറയും. ഇതെല്ലാം നമുക്ക് കളയാം. ബാക്കിയെല്ലാം കഴിക്കാം കേട്ടോ. ബാക്കിയെല്ലാം ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പൈനാപ്പിളും കഴിക്കാൻ പറ്റുന്നില്ല. പൈനാപ്പിളിനും അത്യാവശ്യം നല്ല കയ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്ത സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, നൈസായിരുന്നു, ഓക്കെ ആണത് കേട്ടോ. പക്ഷേ സലാഡ് ഫ്ലോപ്പായി പോയി. സലാഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സലാഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇതിനകത്ത് ഇതൊരു ഫ്രൂട്ട് ആൻഡ് വെജ് സലാഡാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഒന്നുമില്ല. ഫ്രൂട്ട് ആൻഡ് വെജ് സലാഡ് എന്നാണ് പറയുന്നത്. ആകെ ഉണ്ടെന്ന് പറയാൻ ഈ ലേത്തോസ് ലീഫാണ്, അതാണെങ്കിൽ കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കഴിക്കുന്നു കേട്ടോ. ഞാനതെല്ലാം എന്താ ഈ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും കഴിക്കുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കവയിലെ മന്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതേപോലെ മട്ടൻ മദ്ഹൂദ്, അത് ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, അത് ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അവിടുന്ന് ഞാൻ കഴിച്ചതിൽ, അടിപൊളിയാണ് കേട്ടോ മട്ടൻ മദ്ഹൂദ്. അത് ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, എന്തായാലും നമ്മളത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഗൈസ്, നമ്മുടെ കൊല്ലത്ത് നല്ല സലാഡും സൂപ്പും ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അടുത്ത വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.